എൻ്റെ എത്രയും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീ പുരുഷ സമത്വം എന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വാദിക്കുന്നുണ്ട്. അതിനിടയ്ക്കൊക്കെ ഈ ഫെമിനിസം വരുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ അതുപോലെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ സ്ത്രീക്ക് പുരുഷൻ്റെ തുല്യതയുള്ള അതേ അവകാശം കൊടുക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം, ജീവശാസ്ത്രപരമായിട്ട് ഒരുപക്ഷെ അവരുടെ ഒരു തുല്യത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നതായിരിക്കാം പുരുഷൻ്റെ വാദം. സ്ത്രീക്ക് സ്വതന്ത്രയായിട്ട് നടക്കാൻ പറ്റില്ല, സ്ത്രീയായിട്ട് ഒറ്റയ്ക്ക് ഒരു അസമയത്ത് സഞ്ചരിക്കണമെങ്കിൽ സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, അവൾക്ക് നിർഭയമായിട്ട് എപ്പോഴും ഇറങ്ങി നടക്കാൻ സാധിക്കില്ല. അതൊക്കെ ആയിരിക്കാം പുരുഷന്മാരുടെ വാദം. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് അതിലുപരി സ്ത്രീ ഒരിക്കലും പുരുഷന് തുല്യമല്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം പുരുഷൻ സ്ത്രീ ഒരുപോലെ അല്ലാത്തതിന് കാരണം സ്ത്രീയുടെ ഓരോ കടമകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്. സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ ഈ ലോകത്ത് നിലനിൽക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ സ്ത്രീ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാര്യയെ മാത്രമാണെങ്കിൽ അത് ശരിയല്ല. നമ്മുടെ ജന്മം മുതൽ ഒരു സ്ത്രീ ഇല്ലാതെ പുരുഷന് ജീവിതത്തിലൊന്നുമില്ല. അമ്മയായും സഹോദരിയായും മുത്തശ്ശിയായും മകളായും ഒക്കെ. ഇനി നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ മാറ്റാൻ പറ്റൂ. ഒന്ന് മകൾ എന്നുള്ള വശം മാറ്റാം, ഒന്ന് ഭാര്യ എന്നുള്ള ആ കടമയിൽ നിന്ന് അവളെ മാറ്റി നിർത്താം. എങ്കിലും മുത്തശ്ശിയും അമ്മയും അതും സ്ത്രീയല്ലേ. അപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പം അതുകൂടി കണക്കിലെടുക്കണം. ഒരുപക്ഷെ അവളുടെ ജന്മം കൊണ്ടും അവളുടെ കർമ്മം കൊണ്ടും അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കണക്കിലെടുത്താൽ ഒരിക്കലും പുരുഷന് തുല്യനല്ല. സ്ത്രീ പുരുഷന് തുല്യ അല്ല. കാരണം സ്ത്രീ എന്ന് പറഞ്ഞത് പുരുഷനേക്കാൾ മഹത്തായ ഒരു ജന്മമാണ്. ഏതൊക്കെ റോളുകളാണ് അവൾ സഹിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകം ഉണ്ടായ കാലം മുതൽ നമ്മളെന്നും ചിന്തിക്കുന്നത് സ്ത്രീ എന്ന ഒരു സൃഷ്ടി അത് പുരുഷന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. പുരുഷനില്ലാതെ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല. പുരുഷൻ്റെ പരിലാളനത്തിന് വേണ്ടി അല്ലെങ്കിൽ പുരുഷൻ്റെ പരിചരണത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സ്ത്രീ എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ത്രീ എന്ന ഒരു മഹാത്ഭുതം എന്ന് തന്നെ പറയട്ടെ, അത് പല സൃഷ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തയാണ്. മനുഷ്യരിലെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സഹനശക്തിയും ത്യാഗസന്നദ്ധതയൊക്കെയുള്ള ഒരു സൃഷ്ടി ഈ ലോകത്തിൽ വേറെയില്ല. അതുമാത്രമല്ല, അത് ത്യാഗം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുണ്ടാവുന്ന കാലം മുതൽ, ഗർഭിണിയായ കാലം മുതൽ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് അതിനെ പരിരക്ഷിച്ച് അതിൻ്റെ ഓരോ ദിവസം അത് ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ രാത്രി കൂട്ടിരുന്ന് അതിനെ പോറ്റി വളർത്തി ഇത്രയും വലുതാക്കി കൊണ്ടുവരുമ്പോഴാണ് അതൊരു പുരുഷനോ സ്ത്രീയൊക്കെ ആയി മാറുന്നത്. പക്ഷെ അവരുടെ കടമ എന്ന് പറഞ്ഞാൽ വളരെ ഒരിക്കലും നമുക്കതിനെ തുല്യമായി കാണാൻ പറ്റാത്തൊരു കടമയാണ്. ആ കടമയിൽ നിന്ന് നമുക്കൊരിക്കലും അവരെ മാറ്റി നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തുല്യത എന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത് തീർച്ചയായും പുരുഷനിലും മുന്നിട്ട് നിൽക്കുന്ന, പുരുഷനിലേക്കാൾ വളരെ സ്ഥാനം അർഹിക്കുന്ന ഒരു സൃഷ്ടി തന്നെയാണ്. ആ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ സ്ത്രീ പുരുഷ തുല്യത എന്ന വിഷയം വിട്ടിട്ട് തീർച്ചയായും നമ്മൾ അതിനെ കാണേണ്ട രീതി കുറച്ച് വ്യത്യസ്തമായിട്ട് കാണണം. കാരണം സ്ത്രീയും പുരുഷനും തുല്യതയെ കാണുന്നതിന് പകരം സ്ത്രീക്കൊരു മഹത്തായ സ്ഥാനം കൊടുക്കാൻ ഇതെന്തുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത അനുവദിക്കുന്നില്ല. തീർച്ചയായും അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും സ്ത്രീ എത്രയും ശ്രേഷ്ഠയാണെന്ന്. നമുക്കവരെ ബഹുമാനിക്കാം. കാരണം അവരുടെ ത്യാഗം
ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല പല കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും സ്ത്രീ എന്നത് നമുക്ക് വളരെ മഹത്വപൂർണ്ണമായ സൃഷ്ടിയായിട്ട് തന്നെ അനുഭവപ്പെടും. അപ്പോൾ നമുക്കവർ ബഹുമാനിക്കുന്നതിനും സ്ഥാനം കൊടുക്കുന്നതിനും ഒരു പ്രയാസമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ജീവിതത്തിനായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളുമായിട്ട്. ഇപ്പോൾ ഞാൻ വിട വാങ്ങുന്നു. സുരേഷ് പുനർ സൈനിങ് ഓഫ്.